ബഹുജനം പലവിധം എന്ന് പറഞ്ഞ പോലെ ബഹുഗൃഹേ പല സാമ്പാർ. അപ്പോൾ ഇവിടുത്തെ സാമ്പാറിനെ പറ്റി പറയുകയാണെങ്കിൽ ഇവിടെ വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് വളരെ സിമ്പിൾ സ്റ്റെപ്സിലാണ് സാമ്പാർ ഉണ്ടാക്കുക. അപ്പോൾ ഇവിടെ സ്ഥിരം ഉപയോഗിക്കുന്ന ഇൻഗ്രീഡിയൻസ് ആയിട്ടുള്ള മുരിങ്ങക്കായ, വെണ്ടയ്ക്ക, ഉരുളക്കിഴങ്ങ് ഇങ്ങനത്തെ സാധനങ്ങളൊന്നും ഉപയോഗിക്കാറില്ല. ഇവിടെ റാഡിഷ് മസ്റ്റായിട്ട് ഉപയോഗിക്കും. റാഡിഷ് അല്ലെങ്കിൽ മുള്ളങ്കി അത് നമ്മുടെ BP, ഷുഗർ, കൊളസ്ട്രോൾ, ക്യാൻസർ പ്രിവെൻഷനൊക്കെ വളരെ അത്യുത്തമമാണ്. അതുമാത്രമല്ല ടേസ്റ്റ് നല്ലതാണ്. അതിനൊരു പ്രത്യേക മണമാണ് സാമ്പാറിന്. പിന്നെ 2 കഷ്ണം ക്യാരറ്റ് ഉണ്ടെങ്കിൽ അതിടും, 2 കഷ്ണം ബീട്രൂട്ട് ഉണ്ടെങ്കിൽ അതും ഇടും. അപ്പോൾ മൊത്തത്തിൽ അതിൻ്റെ കളറും അതിൻ്റെ ഒരു ടേസ്റ്റും ഒക്കെ നല്ലതായിരിക്കും. ഈ കഷ്ണങ്ങളൊക്കെ അരിയുന്നതിന് മുന്നേ തന്നെ പരിപ്പ് ഒരു 1/4 ഗ്ലാസ് വേവാൻ വേണ്ടി വെക്കും കുക്കറിൽ. ഒരു 4 വിസിൽ വേണം. ആ കുക്കറിന് പരിപ്പ് പുറത്തേക്ക് ചെതറാതിരിക്കാൻ ഒരു 1/4 സ്പൂണ് എണ്ണ അതിലേക്ക് ഒഴിക്കും. അപ്പം എണ്ണ ഇവിടെ കുറച്ച് തണുപ്പായതുകൊണ്ട് കട്ടിയായിട്ടാണ് ഇരിക്കുന്നത്. പിന്നെ കുക്കറിൻ്റെ മൂടിയിലും ഇതേപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കും, സോ ദാറ്റ് പരിപ്പ് പുറത്തേക്ക് തെറിക്കാതിരിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ കുക്കർ 4 വിസിൽ വന്നതിന് ശേഷം പരിപ്പ് നന്നായി വെന്തിട്ടുണ്ടാവും. പിന്നെ സാമ്പാറല്ലേ, കായത്തിലൊട്ടും പിശുക്കരുത്. വലിയ കഷ്ണം കായം ഈ വെന്ത പരിപ്പിലോട്ടിടുക. അരിഞ്ഞ വെജിറ്റബിൾസ് എല്ലാം പരിപ്പിലോട്ട് ഇട്ടതിന് ശേഷം കുക്കറിൽ കൃത്യം 1 വിസിൽ. പിന്നെ ഇതിൻ്റെ ഇടയിൽ എപ്പോഴും സമയം കിട്ടുകയാണെങ്കിൽ പൊടികളൊക്കെ എടുത്തു വയ്ക്കുക, അതുപോലെ താളിക്കേണ്ടതും എടുത്തു വയ്ക്കുക. പൊടികൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ അറിയാലോ, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, സാമ്പാർ പൊടി, മല്ലിപ്പൊടി കുറച്ചധികം. പിന്നെ താളിക്കുന്ന സാധനങ്ങൾ കടുക്, ഉഴുന്നുപരിപ്പ്, ഉലുവ വേണമെങ്കിൽ ചേർക്കാം, അല്ലെങ്കിൽ ഉലുവ പൊടിയായിട്ട് ചേർക്കാം. പിന്നെ വറ്റൽമുളക്, കറിവേപ്പില, ഇത്രയും ഇട്ട് ചൂടായ എണ്ണയിലേക്ക് ഒന്ന് മൂപ്പിച്ച് കൊടുക്കുക. പിന്നെ ഇതിൻ്റെ ഇടയിൽ നമ്മുടെ ഈ പുളി ഉണ്ടല്ലോ, അത് പിഴിഞ്ഞൊഴിക്കണം. അതാണ് ഏറ്റവും വൃത്തികെട്ട പണി സാമ്പാർ ഉണ്ടാക്കണതിൽ. അപ്പോൾ അത് ആദ്യം തന്നെ ചെയ്ത് വെക്കുന്നതായിരിക്കും നല്ലത്. അല്ലാതെ പൊടികൾ ഇട്ടിട്ട് പിന്നെ പുളി പൊഴിയാൻ പോയി കഴിഞ്ഞാൽ പിന്നെ സാമ്പാർ കഴിക്കേണ്ടി വരില്ല. തിളച്ച പുളിവെള്ളത്തിലേക്ക് നമ്മുടെ സാമ്പാർ കഷ്ണങ്ങളും അതുപോലെ പരിപ്പൊക്കെ ചേർത്ത് യോജിപ്പിച്ച് ഒന്ന് തിളപ്പിക്കുക. വെള്ളം കുറവാണെങ്കിൽ നമ്മുടെ കുക്കറൊക്കെ ഒന്ന് ഒലമ്പുക, പുളിയൊക്കെ ഒന്ന് ഞെക്കിപ്പിഴിയുക. അതൊക്കെ പിന്നെ നമ്മുടെ അമ്മമാരെ നമുക്ക് തോൽപ്പിക്കാൻ പറ്റില്ല. അത് അനദർ സയൻസാണ് ഈ ഒലമ്പൽ സയൻസ്. പിന്നെ മല്ലിയില ഇട്ട് തിളയ്ക്കുമ്പോൾ കുറച്ച് പഞ്ചസാരയും കൂടി ഇട്ട് കഴിഞ്ഞാൽ സൂപ്പർ ടേസ്റ്റാണ്. ഈ സാമ്പാർ ചോറിനും ഇഡ്ഡലിക്കും ദോശയ്ക്കൊക്കെ എക്സലൻ്റ് ആണ്. സൂപ്പർ ഹെൽത്തി, സൂപ്പർ ടേസ്റ്റ്.